ഹേ ഗൈസ്, ഞാൻ റാസി. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് സമയമായി. ഗ്യാരേജിൽ നല്ല റഷാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ ആ സ്ട്രെയിറ്റ് കാണുന്ന ഐറ്റനാണ് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് വന്നിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബോർഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ കുറച്ച് കംപ്ലയിൻറ്റ്സ്. ഇത് ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്വിഫ്റ്റ് ഡിസയറിൻ്റെ കംപ്ലയിൻറ്റ്സ് ആണ്. ക്ലച്ച് റീപ്ലേസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്ലയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഗ്യാരേജിലേക്ക് വന്നു കഴിഞ്ഞ് ആ സമയത്തായിരിക്കും വേറെ വല്ല വണ്ടിയും വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി അതിൻ്റെ മേലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കംപ്ലയിൻറ്റ്സ് അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ കാർ ഡ്രൈവ് ചെയ്തു, എല്ലാ റോഡ് കണ്ടീഷനിലും ഡ്രൈവ് ചെയ്തു. എനിക്ക് കിട്ടിയ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് നോയ്സാണ്. ഞാൻ ബെൽറ്റ് നോയ്സ് എന്ന് എഴുതിയതാണ്, അതുപോലെയുള്ള ഒരു നോയ്സ് ആട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നോയ്സാണ്. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് നല്ല സൗണ്ടാണ്, എന്തൊക്കെയോ അടിച്ച് പറഞ്ഞു പോയൊരു സൗണ്ടാണ് ഗൈസ്. അപ്പം എത്ര പൈസ ഇതിൻ്റെ മേലെ സ്പെൻഡ് ആവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കാറും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ ബ്രേക്സൊക്കെ നോക്കുന്നുണ്ട്, പാഡ് കാര്യങ്ങളൊക്കെ കുഴപ്പമുണ്ടോ. കാരണം നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇതിൻ്റെ ഓണർക്ക് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ മാറ്റണം എന്നുള്ളത്. അതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വീൽ സിലിണ്ടർ കുറച്ച് പ്രശ്നമാണ്. വീൽ സിലിണ്ടറിന് ലീക്ക് ഉണ്ട്. ഇതിൻ്റെ ഫ്ലൂയിഡ് കുറച്ചായിട്ട് കുറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, വളരെ മൈന്യൂട്ട് ലീക്കാണ്. പക്ഷേ ഇത് നിസാരക്കാരനല്ല കേട്ടോ. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെഡൽ താഴേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഹെവി ലീക്കായി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. ഈ 2 വീൽ സിലിണ്ടറും നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇത് രണ്ടും 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് റീപ്ലേസ് ചെയ്തതാണ്. ഇപ്പോൾ 2 വർഷങ്ങളായിട്ട് ഈ ഒരു വീൽ സിലിണ്ടറിന് കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാണ് ലീക്ക് കാണിച്ചു തുടങ്ങിയത്. അപ്പം നമ്മൾക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, ഹാർഡായിട്ടില്ല. പക്ഷേ ഈ കാറിൻ്റെ എൻജിൻ ഓയിൽ വർഷാവർഷം ചേഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ ഹെൽത്ത് കറക്റ്റ് ആയിരിക്കും. കാരണം സ്ലഡ്ജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നമ്മുടെ എൻജിന്. അപ്പോൾ നമുക്കിനി ഡിപ്സ്റ്റിക്കൊക്കെ അവിടെ വയ്ക്കാം. അടുത്ത് നോക്കാനുള്ളതാണ് നമ്മുടെ റേഡിയേറ്റർ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട കാര്യം, റേഡിയേറ്ററിൻ്റെ അകത്ത് കൂളൻ്റാണ്. പക്ഷേ കുറച്ച് സമയമായി മാറിയിട്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം നമുക്കത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അറിയാൻ വേണ്ടി പറ്റും. ആ ഒരു കളർ കാര്യങ്ങളൊക്കെ ഒരു യെല്ലോ കളറിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു കൂളൻ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. കൂളൻ്റ് റീപ്ലേസ് ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ എൻജിൻ ഓയിൽ മാറുന്ന പോലെ എപ്പോഴും മാറേണ്ട കാര്യമൊന്നുമില്ല. കൂളൻ്റ് നമുക്ക് കുറേ സമയം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ എൻജിൻ്റെ മെയിൻ ഹെൽത്ത്, കൂളിംഗ് സിസ്റ്റം. നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാം. ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണ് അതിൽ കേട്ടോ, ആ ലീക്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ മെയിൻ പ്രോബ്ലം സസ്പെൻഷൻ്റെ സൗണ്ട് മെയിനായിട്ട് വരുന്നത് ഇതാണ്ട് ഇവിടെ നിന്നാട്ടോ. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലിങ്ക് റോഡ് സ്റ്റെബിലൈസർ ലിങ്ക് ലൂസാണ്. അത് ലൂസായി കിടക്കുന്നതുകൊണ്ടാണ് ഹെവി ആയിട്ടുള്ള സൗണ്ട് വരുന്നത്. ഞാൻ വളരെ ഹാപ്പിയായി ഈ ഒരു കേസ് കണ്ട സമയത്ത്. കാരണം നമുക്ക് ഒരുപാട് പാർട്സ് മാറേണ്ടി വരുമ്പോഴാണ് സന്തോഷം വരിക കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ സമയത്ത് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം വന്നത്. കാരണം ഇതിൻ്റെ ഓണർ കുറച്ച് ദൂരെ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഓക്കെ, ഈ ഒരു ഓയിൽ ഫിൽറ്ററൊക്കെ ഇതിൽ ആദ്യമേ ഉള്ളത് ജെനുവിൻ ഓയിൽ ഫിൽറ്റർ ആട്ടോ. കാരണം ജെനുവിൻ ഓയിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. വേറെ എൻജിൻ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെയില്ല കേട്ടോ. എല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. വഴി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. നമ്മളിൽ ഇനി മാറുന്ന പാർട്സുകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കൂളൻ്റ് നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ചു തരാം. ഇത് ഗോ മെക്കാനിക്കാണ് ബ്രാൻഡ് കേട്ടോ. ഓക്കെ, ഇത് ഓൺലൈൻ പർച്ചേസ് ആണ്. ഈ ഒരു കൂളൻ്റ് 1:3 ആണ് ഇതിൻ്റെ റേഷ്യോ കേട്ടോ. ഈ ഒരു കൂളൻ്റ് എൻജിൻ ഓയിലൊക്കെ കൊണ്ടു തന്നിട്ടുള്ളത് ഇതിൻ്റെ ഓണർ തന്നെ കേട്ടോ. അദ്ദേഹം ഓൺലൈനിൽ നിന്ന് മേടിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഈ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ മേടിച്ചതാണ്, ജെനുവിൻ ഫിൽറ്റർ കേട്ടോ. ഞങ്ങൾക്ക് ഹുണ്ടായി, ടൊയോട്ട ഇതിൻ്റെയൊക്കെ ജെനുവിൻ പാർട്സ് ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ പാർട്സുകളും അവൈലബിൾ കേട്ടോ. അപ്പം ഈ ഒരു ഓയിൽ ഫിൽറ്റർ നമ്മൾ ഇതിൽ കാറിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ജെനുവിൻ ആണ് എപ്പോഴും ബെറ്റർ. കാരണം ജെനുവിൻ്റെ ആ ഒരു ക്വാളിറ്റി ആഫ്റ്റർ മാർക്കറ്റിന് ഉണ്ടാവില്ല. ഇതിന് വലിയ വിലയൊന്നുമില്ല, ആകെ 107 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. വീൽ സിലിണ്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. വീൽ സിലിണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് TVSൻ്റെ വീൽ സിലിണ്ടർ കേട്ടോ. അപ്പം TVS ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ബ്രാൻഡാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് KBX ആണ്. ഇനി ഞാൻ ഈ ഒരു കൂളൻ്റ് മിക്സ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ കൂളൻ്റാണ് നമ്മൾ എടുക്കുന്നത്. 1 ലിറ്റർ കൂളൻ്റ് നമ്മൾ ഒഴിച്ചു.
അതിനുശേഷം നമ്മൾ അതിലേക്ക് 3 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ ലെവൽ ഏകദേശം അറിയാം. ഓക്കെ ഗൈസ്, അപ്പം അതുപോലെ നമ്മൾ കൂളൻ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട് ഈ ഒരു കാറിലേക്ക്. കൂളൻ്റ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് കെയർ ചെയ്യേണ്ടത് സ്ലോ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒരുപാട് സ്പീഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് എയറൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിന് കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടു, അത്ര മതി. വേണമെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ഇത് മാറ്റി ജെനുവിൻ ആക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് പോകാൻ വേണ്ടിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഓയിൽ ചേഞ്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ സീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ, അതായത് ഗൾഫ് എന്ന് എഴുതിയ കാണാൻ പറ്റും ആ ഒരു സീല്. ഇപ്പം 1-2 ആളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഓയിലൊക്കെ ആഫ്റ്റർ മാർക്കറ്റിൽ തന്നെ ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. അപ്പം അതിൽ സീൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം 2000 രൂപ വിലയുണ്ട് കേട്ടോ ഈ ഒരു ഓയിലിന്. ഫുൾ സിന്തറ്റിക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. നമ്മൾ ഈ ഒരു ഓയിൽ, കൂളൻ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊണ്ട് നടന്നാൽ തന്നെ നമുക്ക് ആ ഒരു കാറിൻ്റെ ലൈഫ് ഒരുപാട് കാലം കിട്ടും കേട്ടോ. അപ്പം പല ആളുകളും ഓയിൽ മാറാൻ ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. പക്ഷെ നമ്മൾ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഓയിൽ മാറാൻ ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻജിൻ വൈകാതെ തന്നെ നമുക്ക് പൊളിച്ച് പണിയേണ്ടി വരും കേട്ടോ. അപ്പം ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായി നോക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സസ്പെൻഷൻ നോയ്സ് തന്നെ കേട്ടോ. കാരണം അത് ഞാൻ വീണ്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ അത്രയും ഹാപ്പിയാണ്. കാരണം ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയത് കേട്ടോ. മാത്രമല്ല നമ്മളെല്ലാ ബോൾട്ടും ചെക്ക് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓയിലിൻ്റെ കളർ ഏകദേശം ബ്ലാക്കാണ്. ഇതാണ് ആ കൂളൻ്റ്. ഓക്കെ, പഴയ കൂളൻ്റ് കേട്ടോ. ഞാൻ കുറച്ച് എടുത്ത് വെച്ചാൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. കാരണം കൂളൻ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം കറക്റ്റായിട്ടാണോ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ തെർമോസ്റ്റാറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്കാണോ. കാരണം ജസ്റ്റ് ഒരു തെർമോസ്റ്റാറ്റ് ബ്ലോക്ക് ആയാൽ മതി എഞ്ചിൻ പണി വരാൻ. ഓക്കെ, അപ്പോൾ വെരി കെയർഫുൾ. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഓണർ. ഇദ്ദേഹം ലെക്ചറാണ്, KMCT എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കലാണ് ആൾ, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമായിട്ട് ഞാൻ ഡീൽ ചെയ്തതിൽ വളരെ സന്തോഷമാണ്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കമ്പനിയായി. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ ഒരു കാറിന് ഒരു ചെറിയ നോയ്സ് പോലും ഇല്ലാതെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റി. വേറൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നമുക്ക് തന്ന സമയം കേട്ടോ. ഏകദേശം ഒരു 4-5 ഡേയ്സ് നമുക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്ര ചെറിയൊരു വർക്കിന് ഇത്ര ദിവസം എന്തുകൊണ്ടാണ് തന്നത്. കാരണം സമയം തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു വണ്ടിക്ക് പ്രോപ്പർ കെയർ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വണ്ടി ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. കാരണം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബാക്കിയുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇദ്ദേഹം യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇദ്ദേഹം നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൈസ് നമ്മളെ ഗൂഗിളിൽ റാസീസ് ഗ്യാരേജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലെ വരുന്നവർ ദയവായി വിളിച്ച് ബുക്ക് ചെയ്ത് വരണം. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ